പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദേവതരെ, ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും
നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരം നീക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവ ആഭിമുഖ്യത്തിലും ആത്മബന്ധത്തിലും വളരുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സുകളൊക്കെയാണ് എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളതും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് കാണും, വേറെ വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ വേറെ മനുഷ്യരുടെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അപ്പോൾ എൻ്റെ ബോധ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ബോധ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളും അത് കേട്ട് ആധ്യാത്മിക ജീവിതം നമ്മൾ പറയുന്ന ഭക്തജീവിതം അല്ല. എൻ്റെ അപ്പുറത്ത് ദൈവമായിട്ട് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയണത്, ലക്ഷ്യമെന്ന് പറയണത് ദൈവം തന്നെയാണ്, നമ്മളല്ല. ശരിക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ പല ആൾക്കാരും പ്രാർത്ഥന ജീവിതം പറയുന്നുണ്ടെങ്കിലും നാട്ടുപ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് സന്യസ്തരുടെ സമർപ്പിത പ്രാർത്ഥനാ ജീവിതമല്ല. നാട്ടുപ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്കാണ് അവിടെ പ്രാധാന്യം. അവിടെ ദൈവത്തിന് വലിയ പ്രാധാന്യമില്ല. വെച്ചാൽ അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥന കുറക്കുന്നുണ്ടല്ലോ. ശരിയല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കുറക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ. അപ്പം അത് എപ്പോഴും ഇതിനകത്ത് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നാട്ടുപ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അപകടം അത് തന്നെയാണ്. കാര്യം ദൈവത്തിന് ഈ ഉടായിപ്പ് അറിയാം. കാര്യം നിങ്ങൾ അനുഗ്രഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കള്ളന്മാർ ചവിട്ടും എന്നൊക്കെ അറിയാം. അപ്പം ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്തൊരു ട്രാജഡിയാണ്. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാവുന്നു. അതുകൊണ്ട് തന്നെയാണ് പല പ്രാർത്ഥനകൾക്കും ദൈവത്തേക്കാൾ പ്രാധാന്യം നമ്മൾക്ക് വരുന്നുണ്ട്. ഇനി ഇതിനെ അട്ടിമറിക്കാൻ, ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിനാണ് പ്രാധാന്യമെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനെന്ത് ചെയ്യുമെന്ന്. അതിനൊരു ചെറിയ ടിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ യാതൊരുവിധ പേയ്മെൻറ്റും പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ അധ്വാനങ്ങൾ ഈ വിഷയത്തിൽ ഒത്തിരിയേറെ ഈ വിഷയത്തിൽ വിശ്വാസങ്ങൾ നിക്ഷേപിക്കണം. പേയ്മെൻറ്റോ ഇൻട്രസ്റ്റോ ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്കിന്ന് അതായത് പ്രത്യുപകാരമോ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ വിശ്വാസ നിക്ഷേപങ്ങൾ ജീവിത സാക്ഷ്യമായിട്ടുണ്ടായാൽ പതുക്കെ നിങ്ങളുടെ മൂല്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വർദ്ധിക്കും. ഇതിന് ബാക്കി അടുത്ത ദിവസം പറയാം. ആദാമനും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് മോൻസി, ഇതെൻ്റെ വൈഫ് സൗമ്യ, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇതെൻ്റെ പേരൻസ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ കൃപാസനത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് 2021 ഞങ്ങൾ ദുബായിലായിരുന്നു ആ സമയം. അന്നേരം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് കൃപാസനം ഇങ്ങനൊരു പള്ളിയുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പള്ളിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാം, ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളത്
ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്നാലും ഞങ്ങൾക്കൊരു കാനഡ മൈഗ്രേഷൻ പ്ലാൻ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്തു. പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നോ എന്തെല്ലാം കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ഉണ്ടെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളത് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ കാനഡ മൈഗ്രേഷൻ നടന്നില്ല. ഞങ്ങൾ ആ വർഷം തന്നെ ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ ഒരു അസുഖം വന്നു, ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചും ഇതുപോലെ ഉടമ്പടി കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞതും. പപ്പയും മമ്മിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യമായി. അവർ വന്ന് ഇവിടെ വന്ന് ഓൾറെഡി സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. അവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പം അങ്ങനെ പപ്പയ്ക്ക് ഒരു അനുഗ്രഹം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കൃപാസനത്തിൽ വരികയും ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. അത് 2024 ഏപ്രിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ ആലപ്പുഴയിലേക്കാണ് വരുന്നത്. അപ്പം അന്നും ഞങ്ങളൊരു പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഹോളിഡേ കൃപാസനം കഴിഞ്ഞിട്ട് നമുക്ക് ഹൗസ് ബോട്ട് പോകാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത്. അപ്പം ഞങ്ങൾ കൃപാസനം കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ഓൾറെഡി ഫുൾ പ്ലാനായിരുന്നു, ഹൗസ് ബോട്ട് പോകാം, ഫുൾ നൈറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. അന്നേരം തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാണ്. കാരണം കൃപാസനത്തിൽ വന്നു, അതെല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ മെയിൻ അജണ്ട ഞാനിവിടെ ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം, തിരിച്ച് ഒരു ഹോളിഡേ പോലെ വന്നിട്ട് പോകാം. പക്ഷേ ഞങ്ങൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തത് അത് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. വൈകുന്നേരം വരെ ഞങ്ങൾ വേറെ മൊത്തത്തിൽ ഹൗസ് ബോട്ടിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ കുളവായി. അപ്പം അന്നേരം ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അത്രയ്ക്കുള്ള ചിന്ത എനിക്ക് വന്നില്ല മൈൻഡിൽ. അപ്പം ഞങ്ങളത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ പോയി. ആദ്യത്തെ ഉടമ്പടിയാണ്. എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് വലിയ ക്ലിയർ അല്ല. ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ 1-2 മാസം ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. പതുക്കെ അത് കുറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പല അനുഭവങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം ഇങ്ങനെ പോയാൽ പോരല്ലോ, നമ്മൾ ഉടമ്പടിയിലാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്താണെന്ന് അറിയണമെന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്ന് സ്ട്രോങ് ആക്കി. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 2024 ബാംഗ്ലൂരിലൊരു ക്രിസ്മസ് കാരൽ കോമ്പറ്റീഷനുണ്ട്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു സൈൻ തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ 5:30 പ്രാർത്ഥന അങ്ങോട്ട് കഴിയുകയും ഞങ്ങളുടെ ക്യാൻഡിലിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഫോമായി. അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം അതുവരെ ഞങ്ങൾ കളിച്ച് ചിരിച്ച പ്രത്യക്ഷ പ്രാർത്ഥനയില്ല, മാതാവിൻ്റെ കൂടെ വളരെ ഈസി ആയിട്ട് എടുത്തു. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടോ, ഒരു അടയാളം തരണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ആ മെഴുകുതിരിയിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പം അത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഞാൻ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്റ്റേജിൽ ഞങ്ങൾ ഉപ്പിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ റോൾ നമ്പർ, ഞങ്ങളുടെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിയ 7 ആണ്. അപ്പം അതും ഞങ്ങൾക്കൊരു സൈനായിരുന്നു. ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞങ്ങൾക്ക് 7 നമ്പർ കിട്ടി. ഞങ്ങൾ കയറി, ഞങ്ങൾ പാടി, ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയെന്ന്. അപ്പം അതൊരു 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കത് കിട്ടുന്നത്. അപ്പം അത് വലിയൊരു അനുഗ്രഹം. അപ്പം ഞങ്ങൾ പാടി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നത്, അതുവരെ ഒരു 6 ടീം പാടി, മൈക്കിന് പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കയറിയപ്പം തൊട്ട് സ്റ്റേജിന് മൊത്തത്തിലൊരു വെളിച്ചമാണ്, ഞങ്ങളുടെ മുഖത്തെല്ലാം പ്രകാശമാണ്. ഞങ്ങളുടെ മൈക്കുകൾക്കോ ഞങ്ങളുടെ സൗണ്ടിനോ ഒരു ഇഷ്യൂ ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളന്ന് ആത്മാർത്ഥമായിട്ട് പാടി, അനുഗ്രഹത്തോടെ പാടി, ഞങ്ങൾക്കന്ന് സെക്കൻഡ് കിട്ടി. അപ്പം അത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു അനുഗ്രഹമാണ്, ഒരു സാക്ഷ്യമാണ് അത് ഞങ്ങളുടെ. അതേപോലെ എനിക്കെൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ബോസിൽ നിന്നായാലും എൻ്റെ കൊളീഗിൽ നിന്നായാലും വളരെ പ്രശ്നങ്ങളായിരുന്നു. ഒരു പ്രോപ്പർ സപ്പോർട്ടീവ് അല്ല, നമുക്ക് വളരുവാനൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മാതാവേ എങ്ങനെയെങ്കിലും ഒരു ചേഞ്ച്, ഒരു മാറ്റം, അവർക്കെന്തെങ്കിലും ഉപദ്രവം വരണമെന്നോ അവർക്കെന്തെങ്കിലും പ്രശ്നം വരണമെന്നല്ല, എനിക്കെന്തെങ്കിലും ഒരു മാറ്റം, എനിക്കെന്തെങ്കിലും വേറെ നല്ലൊരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അത് ഞങ്ങളുടെ രണ്ടാമത്തെ പുതുക്കലായിരുന്നു. ഞങ്ങളങ്ങനെ മെയ് 2025 മെയ്യിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ആ ഒരു വരവിൽ മെയിൽ വന്ന സമയത്ത് ഞാൻ ആദ്യമേ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടെൻഷനായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ടെൻഷൻ. ഞാനും വൈഫും 2 കുഞ്ഞുങ്ങളും, താമസം ഇവിടെ 2 പെട്ടികളുണ്ട്, എങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വരും, 2 ക്യാബ് ഓട്ടോ വിളിക്കണോ, അങ്ങനെയൊക്കെ ടെൻഷൻ. അപ്പം ഞാൻ എന്തോ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആദ്യത്തെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ അത്ര ഇത് തോന്നിയില്ല. അപ്പം ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ രണ്ടാമതൊരു ടിക്കറ്റ് എടുത്തു, ഒരു ബസ്സിന്. അതെടുത്തു. ഞാൻ ടിക്കറ്റ് എല്ലാം കൺഫേം ചെയ്ത് ഞങ്ങൾ
കയറി ഞാൻ ഇവിടെ രാവിലെ എത്താറാകുന്ന സമയത്തേക്ക് ഒരു 2 മണിക്കൂർ മുന്നേ ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് കൃപാസനം ആ ഒരു ഏരിയയിലോട്ടാണ് പോകേണ്ടത്. അപ്പം ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്, മോനെ അത് ഞങ്ങൾ അതിൻ്റെ മുന്നേ കൂടെ തന്നെ പോകുന്നത്, ആ ഒരു റൂട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തതിൻ്റെ അന്ന് തുടങ്ങിയൊരു റൂട്ടാണ്. അതുവരെ ആ റൂട്ട് ആ ബസ് ഇതുവരെ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം അതും ഞങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ പുതുക്കൽ, ആദ്യത്തെ ഉടമ്പടി ഞാൻ ഒരുപാട് ഉഴപ്പി, ഒരുപാട് ഇതെല്ലാം നടന്നു. പക്ഷേ രണ്ടാമതും ഞങ്ങൾക്ക് ആ ഒരു വിളി വന്ന് മാതാവ് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പം ഇതിൻ്റെ മുന്നിൽ, കൃപാസനത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. അന്ന് തൊട്ട് ഈ ഒരു നിമിഷം വരെ ഇനി മുന്നോട്ടും അങ്ങോട്ടും ഞങ്ങൾ മാതാവിനോട് ചേർന്ന്, ഞങ്ങളുടെ ഉടമ്പടിയിൽ ചേർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ എനിക്ക് വേർട്ടിഗോ, എനിക്കൊരു ഇയർ ഇംബാലൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ 7 വർഷമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പം ഓഫീസിൽ വെച്ച് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലാണ്. അപ്പം ഉറക്കം തീരെ കുറവാണ്, ഫുഡ് കഴിക്കുന്നതും ഒരുപാട് അൺഈവൻ ടൈംസിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ എനിക്ക് വേർട്ടിഗോ വന്നു, ഇയർ ഇംബാലൻസ് വന്നു, ഓഫീസിൽ ജോലിക്കിടയ്ക്ക് പ്രശ്നം വന്നു, വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നം വന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം എൻ്റെ ചെവിയിൽ എൻ്റെ വൈഫ് ഒഴിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് വേർട്ടിഗോ വന്നിട്ടില്ല. അതും ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ്. അടുത്തത് എൻ്റെ വൈഫ് പറയും അവർക്ക് ഷെയർ ചെയ്യാനുള്ളത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ താഴെ എപ്പോഴും ഒരു തുടുപ്പുണ്ടായിരുന്നു. 2-3 മാസങ്ങളായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നാലും എന്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറയണം, എങ്ങനെ കാണിക്കണം എന്നുള്ള എനിക്കൊരു വ്യക്തതയില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല, മാതാവ് മാത്രം അതെനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കണ്ണിൽ വെള്ളം നിറയുകയും അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. 26 ജനുവരി ഞാൻ എണ്ണിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിത് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് 5:30 പ്രാർത്ഥനയ്ക്ക് ഞാൻ എണ്ണിച്ചിരുന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയിലോട്ട് നോക്കുകയും എൻ്റെ കണ്ണിൻ്റെ തുടിപ്പ് അതോടെ നിന്നു. പൂർണ്ണമായിട്ട് അതെനിക്ക് മാതാവ് മാറ്റി തന്നു. അതിൻ്റെ തലേ ദിവസമാണെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതെനിക്ക് കൂടിക്കൂടി വരുവാണല്ലോ, ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കണോ വേണ്ടായോ. എൻ്റെ ചേച്ചി ഒരു ഡോക്ടറാണ്, ചേച്ചിയുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴും ചേച്ചി പറഞ്ഞു, അത് ചിലപ്പം സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം, നീ ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക, അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന്. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ കാണിക്കത്തില്ല, എനിക്ക് മാതാവ് തന്നെ ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും 26 5:30 പ്രാർത്ഥനയോടെ എനിക്കതിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മാതാവിന് നന്ദി, യേശുക്രിസ്തുവിന് നന്ദി. എൻ്റെ അതുപോലെ കൈക്കാണെങ്കിലും ടെന്നീസ് എൽബോ പെയിൻ ഉണ്ടായിരുന്നു. അത് പലരും പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് വേദനയും സാധനങ്ങളെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ദിവസം തോറും മാതാവിൻ്റെ എണ്ണയും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കൈ തേക്കുമായിരുന്നു. ഇപ്പോൾ അതിനെനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇവിടെ ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയ്ക്കായിട്ട് ആ കയ്യിൽ എനിക്കിപ്പോൾ ഒരു വേദനയുണ്ട്. പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്നതിനോ സാധനം വെയിറ്റ് എടുക്കുന്നതിനോ ഒന്നിനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ദൈവകൃപയാലും മാതാവിൻ്റെ കൃപയാലും അത് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് മുന്നോട്ട് എൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ആണെങ്കിലും എടുക്കുകയും അവൻ്റെ കൂടെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു. ദൈവനാമത്തിന് മഹത്വം. ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് സിസിലി മത്തായി, ഇതെൻ്റെ ഹസ്ബൻഡ് മത്തായി എടുക്കള. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ നേരത്തെ 4/10/2023 ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സാക്ഷ്യമായിരുന്നു. അത് പൂർണ്ണ സൗഖ്യം കിട്ടി. അത് ഞങ്ങളിവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു, മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞ് പിന്നത്തെ പുതുക്കലിൽ ഞാൻ വെച്ചിരുന്നു. മോൻ്റെ ജോലിയുടെ ടെൻഷനും അവന് സ്ട്രെസ്സായിരുന്നു ഭയങ്കര. എന്നും വന്നിട്ട് മോനങ്ങ് വിഷമമാണ്, ഉറക്കമില്ല, അതുപോലെ തലമുടി വട്ടമായിട്ട് കൊഴിഞ്ഞു പോകുമായിരുന്നു അവന്. അപ്പോൾ ഞങ്ങൾ ഈ നമ്മുടെ വിശുദ്ധ തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ തേച്ച് കൊടുക്കുമായിരുന്നു. ദൈവകൃപയാൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറിക്കിട്ടി. ആ ജോലിക്ക് തന്നെ മോന് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അത് മോൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പിന്നെ മോൻ അന്ന് വരാഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്ന് സാക്ഷ്യം പറയാൻ പറ്റാതിരുന്നത്. മോൻ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തലേ ദിവസമേ വന്നു. ഞങ്ങൾ റാലിക്ക് പങ്കെടുത്തു, വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുത്തു.
അത്രയും നടക്കാൻ പറ്റുമെന്നൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ മാതാവ് ഞങ്ങൾക്ക് ഒരാപത്തും വരുത്താതെ ഞങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾ തിരികെ ബാംഗ്ലൂരിലെത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താൻ വയ്യ. കാലിൻ്റെ വെള്ളയ്ക്ക് നോക്കുമ്പോൾ ചെരുപ്പിട്ട് പൊട്ടിയതുപോലെ വെടിച്ച് കീറിയിട്ട് അതിനകം മുഴുവൻ പഴുപ്പായിട്ടിരിക്കുന്നു. ഉപ്പൂറ്റിക്കും നല്ല പഴുപ്പ്, നടക്കാൻ വയ്യാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഷുഗർ നോക്കിയപ്പോൾ ഹൈ 360 നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡയബറ്റിക്കാണ്, മരുന്നെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മരുന്നെടുക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വിശുദ്ധ തൈലം തേക്കുകയും ഉപ്പ് ചൂടുവെള്ളത്തിനകത്തിട്ടിട്ട് നമ്മുടെ ഉപ്പ് ചൂടുവെള്ളത്തിനകത്തിട്ടിട്ട് ഞാൻ കാല് വെച്ച് 2 ദിവസം കൊണ്ട് എൻ്റെ ആ കാലിലെ പഴുപ്പ് എവിടെ പോയെന്നറിയില്ല, അത്രയ്ക്ക് നല്ലതായിട്ട് ഉണങ്ങി. പിന്നീട് ആ ഒരു പ്രശ്നമേ എനിക്കുണ്ടായിട്ടില്ല. ഇന്നും ഷുഗർ എനിക്ക് നോർമലായിട്ട് തന്നെ പോകുന്നു. അതും എൻ്റെ ഈ വിശുദ്ധ തൈലങ്ങളും ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്. എൻ്റെ മാതാവ് എനിക്കത് മാറ്റി തന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ കയ്യിൽ ഇവിടെ ഇങ്ങനെ ചെറി പോലെ റെഡ് കളറിൽ പിങ്ക് കളറിൽ ഒരു വലിപ്പത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ കുരുമുളക് പോലെ സെയിം കളറിൽ അതിനോട് ചേർന്ന് ഇങ്ങനെ മുന്തിരിക്കൊല പോലെ അതും ഉണ്ടായിരുന്നു. അന്നും ഞാനിതുപോലെ നമ്മുടെ തൈലവും ഉപ്പും ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ചേർത്തിട്ട് ഞാൻ പുരട്ടി കൊടുത്തു. അത് ഒരു 2 ആഴ്ച കൊണ്ട് അത് മാറി. അത് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു. അതുപോലെ തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതും ഇതുപോലെ തൈലവും ഉപ്പും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതും ഇപ്പോൾ പൂർണ്ണമായി മാറിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് മലയാളം, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ് ഇത് 10 കെട്ട് പത്രം വീതം വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മളവിടെ സെൻറ്റ് മേരീസ് ചർച്ചിലും എല്ലാം മിക്കവാറും ചർച്ചുകളിലും പിന്നെ അറിയാവുന്ന ആൾക്കാർക്കും ഞങ്ങളുടെ പള്ളിയിലുള്ളവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല എങ്കിലും ഞങ്ങൾ അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. വെറുതെ കൊടുക്കുകയല്ല, ഞങ്ങൾ വീട്ടിലത് കൊണ്ടുവച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ദൈവമേ ഇത് വാങ്ങിക്കുന്ന ആരോ അവർക്ക് ഇതിൻ്റേതായ അനുഗ്രഹം കിട്ടണമേ, അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അതുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ അതുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് അവർക്ക് അന്നേരം കൊടുക്കുകയും ചെയ്യും. ചിലരൊക്കെ സന്തോഷത്തോടെ വാങ്ങിക്കും, ചിലർ വേണ്ട എന്നുള്ള മട്ടിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല എങ്കിലും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതുപോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ശരി, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യമുള്ളവർക്കൊക്കെ അവരെ കാണുമ്പോൾ അറിയാമല്ലോ, അവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടാണ് പോകുന്നത്, തേനും കൊണ്ടുപോകാറുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഈ ഉപ്പും കൊടുത്ത് തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമുകളിൽ പോവുക. അവിടെ കുറേ ഓൾഡ് ഏജ് ഹോമുകളുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. അത് പിന്നെ മദർ തെരേസയുടെ ഒരു മിഷനറി ഉണ്ട്. അവിടെ ഒരു 120 പേരുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്നത്. അവിടെ ചെന്നു ഇതുപോലെ രോഗികളെല്ലാം കാണുകയും അവിടുത്തെ സിസ്റ്റേഴ്സാണ് അത് നടത്തുന്നത്. സിസ്റ്ററിൻ്റെ കയ്യിൽ ഓരോ കുപ്പി ഉപ്പ് കൊടുത്തിട്ട് സിസ്റ്ററിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രാർത്ഥിച്ച് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതി സിസ്റ്ററെ, എല്ലാവർക്കും ഒന്നിച്ച് കൊടുക്കാമല്ലോ ഫുഡ്. അങ്ങനെ കൊടുത്ത് ആ സിസ്റ്ററിനും വളരെ സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ. അതുപോലെ അവിടെയുള്ള എല്ലാ ഹാൻഡിക്യാപ്ഡ് ആൾക്കാരുണ്ട്, ഡിസേബിൾഡ് പേഷ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ളവരുടെ എല്ലാം കുറേ ഇതുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ മാസം തോറും പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ കച്ചറ എടുക്കാൻ വരുന്ന ഒരു വണ്ടിയുണ്ട്, അതിലൊരു 6 പേരുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒക്കുന്ന അത്രയും ഒരു 6 പേരാണ്. അവർക്കുണ്ട് ഒരു നേരത്തെ ഫുഡ് ഞാൻ ബോക്സിലാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ അങ്ങേയറ്റം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഒരു നഴ്സറി കുഞ്ഞുങ്ങൾ വന്നതുപോലെയാണ് ഞങ്ങളിവിടെ വന്നത്. ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ഡിഗ്രി ആണോ PhD ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഞങ്ങൾ മെൻ്റലി ആത്മീയമായിട്ട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണേലും പ്രാർത്ഥനയിലെല്ലാം രാവിലെയും വൈകിട്ടും ആത്മാർത്ഥമായി സഹകരിക്കാറുണ്ട്. അവരും കുഞ്ഞുമക്കൾ പോലും നമ്മളോട് കൂടെ സഹകരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അന്ത്യം വരെയും
നിത്യതയോളം ദൈവത്തോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു 2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ ഞങ്ങൾക്കുണ്ട എക്സ്പീരിയൻസ് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ആദ്യമേ ഞങ്ങൾ പത്രം കൊടുക്കാൻ ഞങ്ങൾ പോയപ്പോൾ ബാംഗ്ലൂരിലെ സെൻറ്റ് മേരീസ് ചർച്ചിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പം ആദ്യത്തെ തവണയാണ് എങ്ങനെ പത്രം കൊണ്ട് കൊടുക്കും, എങ്ങനെ തുടങ്ങും, ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഒരുപാട് മടി, ടെൻഷൻ, ഒരു നേരത്തെ പറഞ്ഞൊരു ഈഗോ, അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു. അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ തുടങ്ങാം. ആദ്യമേ ഞങ്ങൾ തുടങ്ങിയത് അവിടെ ഒരു ആൻറ്റി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആൻറ്റിയുടെ അടുത്ത് ഞങ്ങൾ ചെന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്നാണ്. അപ്പം ആൻറ്റി ഇങ്ങോട്ട് ചോദിച്ചു, ഞാനും ഉടമ്പടിയിലുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു. ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പത്രം കൊടുത്താൽ മാത്രം പോരാ, ഒരുപാട് പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം, സഹായിക്കുന്നതിൻ്റെ എല്ലാവരെയും സഹായിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് പത്രം കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കൊരു ഉപദേശം, ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. പോകുന്ന സമയത്ത് ഞങ്ങൾ പേര് ചോദിച്ചപ്പം ഞങ്ങളോട് പറഞ്ഞത് മേരി എന്നാണ്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ പറയുമ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഗൂസ് ബംസ് വരുന്നുണ്ട്. അതായത് മാതാവ് ഞങ്ങളടുത്ത് നേരിട്ട് വന്ന് ഞങ്ങളോട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ നടന്നാൽ പോരാ, ഉടമ്പടിയിലാണ്, ഇത് പത്രം കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം, അങ്ങനത്തെ അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻ്റെ ജോലിയിലെ പ്രഷറിൻ്റെ കാര്യം, അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചു ഇതുപോലെ, മാതാവേ എനിക്ക് ഒരു നല്ലൊരു മാറ്റം തരണമേ എന്ന്. അപ്പം പ്രാർത്ഥിച്ച് ഇതായപ്പം എൻ്റെ ബോസ് വന്നിട്ട് 15 വർഷമായിരുന്നു ആ കമ്പനിയിൽ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ 7 വർഷമായി. അവർക്കൊന്നും ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. ഞാൻ ആ കമ്പനിയിൽ 2 വർഷം ആയിട്ടുള്ളൂ. പക്ഷേ എന്താ നടന്നതെന്ന് വെച്ചാൽ ആ ഒരു 2-3 മാസത്തിനുള്ളിൽ കമ്പനിയിൽ കുറേ ചേഞ്ചസ് വരികയും അവർ 2 പേരെയും കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ബോസ് വളരെ സപ്പോർട്ടീവുമാണ്, വളരെ ഹെൽപ്ഫുള്ളുമാണ്, നമുക്ക് വളരുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞങ്ങളുടെ സാക്ഷ്യങ്ങളാണ്. മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ സാക്ഷ്യം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ്. ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി. താങ്ക് യു. കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തിരികിൽ കുരിശ് വന്നിട്ടുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്. ഈ കഴിഞ്ഞ 23-ാം തീയതി 18-ാം തീയതി രാവിലത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് നമ്പർ 7 എന്ന് കാണിച്ചിരുന്നു. അതുപോലെ പ്രാവിൻ്റെ രൂപം, റോസപ്പൂവ്, മിക്ക ദിവസങ്ങളിലും ഇതുപോലെയുള്ള അടയാളങ്ങളാണ്. ഞാൻ ഇനിയും എൻ്റെ ഹസ്ബൻഡിന് 1 മിനിറ്റ് കൊടുക്കാം. എൻ്റെ പേര് മത്തായി എടുക്കട. ഞങ്ങളിങ്ങനെ ഈ പേപ്പർ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ ശിവാജി നഗറിൽ ഇങ്ങനെ നിന്നപ്പോൾ വെയിലാണ്. ഞങ്ങൾ പത്രം കൊടുത്തു കഴിഞ്ഞ് ക്ഷീണിച്ചു. എന്നാൽ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം ഞങ്ങൾ ജ്യൂസിന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇതേണ്ട ഈ അമ്മ ഒരു ഐസ്ക്രീം ചോദിക്കുന്നു അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവരുടെ ഐസ്ക്രീം ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നോക്കെന്ന് പറഞ്ഞു. പക്ഷേ അവർ കിട്ടിയതൊരു കാലി ഐസ്ക്രീം ഇല്ലാത്തൊരു പേപ്പറായിരുന്നു, ഒരു പാത്രമായിരുന്നു. അത് കൊടുത്തു. അമ്മ തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, എന്നാൽ അമ്മ അതില്ല, അപ്പം ഞാൻ വേറെ ചോക്ലേറ്റ് മതിയോ എന്ന് ചോദിച്ചു. ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ ഇനി അമ്മയ്ക്കൊരു ജ്യൂസ് കൂടെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കാൻ നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. അത് നമ്മുടെ പരിശുദ്ധം നല്ല സുന്ദരിയായ ഒരമ്മ, ഇതുപോലെ സൗന്ദര്യമുള്ളൊരമ്മ ഞാൻ കണ്ടിട്ടില്ല. വെയിലുകൊണ്ട് ഞങ്ങൾ വന്നപ്പം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞത് അത് വളരെ സന്തോഷവും ഞങ്ങളിന്നും അത് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ നേരിട്ട് കാണിച്ചതാണെന്നുള്ളത്. അതുകൊണ്ട് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും യേശു തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഞങ്ങൾ നിർത്തുന്നു. മത്തായി 25:34 മുതൽ 36 വരെ തിരുവചനങ്ങൾ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. മോൻസി ഇടിക്കുള എന്ന ഈ മകനും കുടുംബവും വലിയ സന്തോഷത്തോടുകൂടി കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഒരു അത്ഭുതത്തിൻ്റെ ജീവിത പദ്ധതിയാണ്.
നമ്മൾ അമ്മ മാതാവിലേക്ക് വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളെയും ഉടമ്പടി സ്പർശിച്ചു കൊണ്ടിരിക്കും, ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കും, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. മകൾ പറഞ്ഞു 2 രോഗാവസ്ഥകൾ എങ്ങനെ പെട്ടെന്ന് മറ്റ് പ്രത്യേകിച്ച് യാതൊരു മരുന്നുമില്ലാതെ സൗഖ്യത്തിലേക്ക് മാറിയെന്ന്. രോഗത്തിൻ്റെ സൗഖ്യമാവട്ടെ, തൊഴിലിടത്തിലെ സുരക്ഷിതത്വവും വളർച്ചയുമാവട്ടെ, കുടുംബത്തിൻ്റെ സമാധാനമാവട്ടെ, ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരമാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്ക്. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഓടി നടന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഒന്ന് സന്നദ്ധമാവ്. അമ്മ ഈശോയിലൂടെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പങ്കുവച്ചു തരുന്നത് കാണുവാനാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. കൃപാസനത്തിൽ വരണം, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹൃദയമൊരുക്കിക്കൊണ്ട് ഈശോയെ ഹൃദയത്തിലേറ്റി ഈഗോയെ തകർത്തുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം. ഈശോ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും. എൻ്റെ പേര് എലിസബത്ത് ആണ്. ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നതും ഒക്കെ എൻ്റെ പേരൻസിൻ്റെ ത്രൂ ആണ്. അവരായിരുന്നു ആദ്യമേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അവരെ കണ്ടാണ് ഞാനും എൻ്റെ സിസ്റ്ററും രാവിലെ 5:30 എണ്ണിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതും. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ മാസത്തിലാണ്, 2024. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്, കാരണം ബോംബെയിൽ നിന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഉടമ്പടിയിൽ ഞാൻ വെച്ച 6 നിയോഗങ്ങളും എനിക്ക് ഒന്നൊന്നായിട്ട് മാതാവ് പൂർത്തിയാക്കി തന്നു. ഞാൻ ആദ്യം വെച്ച എൻ്റെ നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം, ഒരു വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഉടമ്പടിയിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു. ഈ വർഷം മാർച്ച് 2025 ആയപ്പോഴത്തേക്കിന് എനിക്ക് ഒരു വീട് മേടിക്കാൻ പറ്റി. അതിലെൻ്റെ മമ്മിയും പപ്പയും എൻ്റെ സിസ്റ്ററും എല്ലാം സന്തോഷത്തോടെ താമസിക്കുന്നതും കാണാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ സെക്കൻഡായിട്ട് വെച്ചത്, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഫൈനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവ് നല്ലൊരു ജോലി തന്ന് എന്നാൽ എനിക്ക് മമ്മീനെയും പപ്പാനെയും ഒക്കെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി തീരുന്ന സെപ്റ്റംബർ എൻഡിലായിരുന്നു. സെപ്റ്റംബർ എൻഡ് ഒരു 28 ആയപ്പോഴത്തേക്കിനെ എനിക്ക് വിസയും ടിക്കറ്റും വന്നു. ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു. ഞാൻ ഒക്ടോബറിൽ ദുബൈയിലോട്ട് പോയി. ഒക്ടോബർ 2 തന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ജോയിൻ ചെയ്തു. നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിയും നല്ലൊരു സ്ഥലത്തോട്ടാണ് മാതാവ് എന്നെ അയച്ചത്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒത്തിരി പേടികളുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ബെഡ് സ്പേസിലാണ് താമസിക്കുന്നത്. അവിടെ ഞാൻ കയറി ചെന്നതും എനിക്ക് കിട്ടിയ കബോർഡ്, ഞാനത് തുറന്നു നോക്കിയപ്പോഴും അവിടെ ഫസ്റ്റ് കണ്ടത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ആയിരുന്നു. മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു റൂമിലോട്ടാണ് ഞാൻ കടന്നു ചെന്നത്. ആ റൂമിൽ ഞങ്ങൾ 3 പേരായിരുന്നു. 3 പേരും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ രാവിലെയൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. വൈകുന്നേരത്തും ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ റൂമിലെ ചേച്ചിമാരും ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും റൂമിലിരിക്കുമ്പോഴും ബൈബിളിൻ്റെ വാക്യങ്ങൾ പറഞ്ഞും മാതാവിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊക്കെ ആ ഫുൾ ടൈം ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അപ്പം മാതാവ് എനിക്ക് അങ്ങനെ ഒത്തിരി അനുഗ്രഹിച്ചു. എപ്പോഴും മാതാവിൻ്റെ സന്നിധിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നു. പിന്നെ ഞാൻ എപ്പോഴും പിന്നെ വെച്ച നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിക്കും എൻ്റെ സിസ്റ്ററിനും അവളുടെ എഡ്യൂക്കേഷനും പിന്നെ വീട്ടിൽ രോഗമൊന്നും വരാതെ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണ പീസ് വേണമെന്നൊക്കെ പറ്റി പ്രാർത്ഥിച്ചു. മാതാവ് അതെല്ലാം എനിക്ക് തന്നു. അത് കാരണം പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എന്ത് സങ്കടം വന്ന് ഞാൻ പ്രാർത്ഥിച്ചാലും ഞാൻ ബൈബിൾ എടുക്കുമ്പോൾ എനിക്കെപ്പോഴും മാതാവും ഈശോപ്പച്ചനും ഓരോരോ മെസ്സേജസ് എനിക്ക് തരും. അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഒത്തിരി വിഷമത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചപ്പം ഇശയ്യാ ചാപ്റ്റർ 59 എനിക്ക് വാക്യം കിട്ടി. അതിൽ ഈശോ പറഞ്ഞു,
Behold, my hands are not shorter that I can't help you, nor my ears are shortened that I can't hear you. That means, yes, Jesus is there. He is listening to me. He is always there for help me. He is the first and only help that I can ask. അത് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് ആ ബൈബിൾ വാക്യം തന്ന ആ വിശ്വാസത്തോടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൃപാസന മാതാവിനോടും യേശോപ്പച്ചനോടും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ദുബൈ പോയിട്ട് എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എൻ്റെ മമ്മിയും പപ്പയും ഇവിടെ എനിക്ക് വേണ്ടി എന്നോടും പറഞ്ഞ് ഇവിടെ ബോംബെയിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി പാവങ്ങൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്ന അവിടെ ആവുമ്പോഴും എന്നോട് ആരെങ്കിലും വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ന്യൂസ് പേപ്പർ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. പിന്നെ അവരോടും മാതാവിനോട് പ്രാർത്ഥിക്കാനും മാതാവിൻ്റെ അടുത്ത് കൂടുതൽ എത്താൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. പിന്നെ എന്നെ കാണുന്നവരോടും എന്നോട് മിണ്ടുന്നവരോടും അവരോട് എപ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫിൽ എപ്പോഴും മിറാക്കിൾസ് നടക്കുന്നത് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വെച്ച് പ്രാർത്ഥിക്കണം. നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി. 16-ാം സങ്കീർത്തനം 5-6 തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉടമ്പടി ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ ഈശോയെ ലഭിക്കുമ്പോൾ തനിക്കെല്ലാം ലഭിച്ചു എന്ന ഒരു വലിയ ആശ്വാസവും വലിയ സൗഭാഗ്യവും വലിയ സന്തോഷവും ഒക്കെയാണ് ഓരോരുത്തരും തുള്ളിച്ചാടി അൾത്താരയിൽ വന്ന് പറയുന്നത്. എനിക്ക് ഈശോയെ ലഭിച്ചു, പരിശുദ്ധ അമ്മയെ ലഭിച്ചു എന്നെല്ലാം എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയാനായി ഓരോ മക്കൾക്കും സാധിക്കുന്നത് തങ്ങളുടെ വിശ്വാസവും വിശ്വസ്തതയും എന്ന ആ ആസ്തി നാം ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രയോഗിക്കുമ്പോഴാണ്. ജോസഫച്ചൻ നമ്മയോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആസ്തി എത്രയാണെന്ന് നോക്കണം. ഇവിടെ ചില മക്കൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ അവർ ഉടമ്പടി എടുക്കാൻ ഒരുങ്ങുന്നത് 500 ജപമാല ചൊല്ലിയിട്ടുള്ള ഒരു വലിയ ആസ്തി നിർമ്മിച്ചുകൊണ്ടാണ്. നമ്മുടെ ആധ്യാത്മിക ആസ്തിയുടെ അളവനുസരിച്ച് നാം ഈശോയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ കണക്ക് ഇവിടെ എലിസബത്തിന് ഈശോയ്ക്ക് കൊടുക്കാൻ സാധിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ഈശോ 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ പത്രോസ് വളരെ സങ്കടപ്പെട്ടിട്ടാണ്, ഉപകർത്താവെ നീ അറിയുന്നുവല്ലോ എന്ന് പറയുന്നത്. നമുക്കങ്ങനെ സങ്കടപ്പെടാതെ ഉത്തരം പറയാനുള്ള ഒരവസ്ഥ ഉണ്ടാകുമോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. എലിസബത്ത് ഓൺലൈൻ ഉടമ്പടിയെടുത്ത് തൻ്റെ കുടുംബത്തിനും തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകണമെന്ന വലിയ തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടിയാണ് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എലിസബത്തിന് മനസ്സിലാകാൻ തുടങ്ങി, ഈശോ ചില്ലറക്കാരനല്ല, ഈശോ എനിക്ക് വളരെ സമീപസ്ഥനാണ്, ഈശോ എനിക്ക് എല്ലാം തരുമെന്നൊരു വലിയ വിശ്വാസം ദൈവവചനത്തിലൂടെ അത് ഏറ്റുപറയാൻ മറ്റുള്ളവരെല്ലാം അത് പ്രേരിപ്പിക്കാനും തനിക്ക് കിട്ടിയിട്ടുള്ള ആ ഗ്രൂപ്പ്, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് അത് തന്നെയാണ്. ഇവിടെ ദുബായിൽ ചെന്നപ്പോൾ തൻ്റെ കൂട്ടുകാരെല്ലാവരും ആ മുറിയിൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന, എപ്പോഴും വചനം ഉരുവിടുന്ന, വചനം പങ്കുവയ്ക്കുന്ന ഒരു നല്ല 2 കൂട്ടുകാരെ കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ പരിശുദ്ധ അമ്മ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ എല്ലാ ആവശ്യങ്ങൾ എന്നേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ തുറവിയും വലിയ മനസ്സും എലിസബത്തിന് ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എലിസബത്തിന് വളരെയധികം ആനന്ദമുണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതഭാരം കുറയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ളവർക്കും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം എത്ര തന്നെ പരിശ്രമിച്ചാലും എൻ്റെ ഒന്നും യോഗ്യത കൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്, കൃപ വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൃപാസനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഓരോ മക്കൾക്കും ഈശോ നൽകുന്ന വലിയ സന്ദേശം അതാണ്. കൃപയുടെ ഉറവിടം, കൃപയ്ക്ക് മേൽ കൃപ അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. എലിസബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി. പേര് എൽസ, ഞാൻ വരുന്നത് വല്ലാർപാടത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഓഗസ്റ്റിലാണ്.
ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി ഓൾറെഡി നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മമ്മി ഇങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മമ്മീനെ കളിയാക്കുമായിരുന്നു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, നീ എടുത്ത് നോക്ക്, അപ്പം നിനക്കറിയാം അതെന്താന്ന്. അപ്പം ഞാൻ മമ്മി എന്നെ നിർബന്ധിച്ചത് കൊണ്ടിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത്. മമ്മി ഇപ്പം നിർബന്ധിച്ച് ഉടമ്പടി എടുത്തല്ലോ, അപ്പോൾ 3 മാസം എങ്ങനെയെങ്കിലും ഉടമ്പടി ചെയ്യാം എന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ 3 മാസം ഉഴപ്പി ഉടമ്പടിയൊക്കെ ചെയ്ത് തീർത്ത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മി ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മമ്മീനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ 2024 ഓഗസ്റ്റ് 6-ാം തീയതി എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ബോധം പോയി. അവർ വേഗം ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, സ്പൈനലിൽ ഇഞ്ചുറി ഉണ്ട്, അടിയിലേക്ക് ഇനി തളർന്നു പോവും, കിട്ടില്ല, ICU അഡ്മിഷൻ വേണം, എത്ര നാൾ ICU കിടക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഇപ്പോൾ എൻ്റെ മാലയിൽ ഇടുമായിരുന്നു. അപ്പോൾ അവരെൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ മമ്മിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ എൻ്റെ ചോരയിൽ കുളിച്ച കാശുരൂപം മമ്മിയുടെ കയ്യിൽ കിട്ടി. മമ്മി ആ കാശുരൂപത്തിൽ പിടിച്ച് പറഞ്ഞു, മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ മോക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ മോളെ തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് മമ്മി എപ്പോഴും പ്രാർത്ഥിച്ച്. അങ്ങനെ മമ്മി ആ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടേ ഇല്ല. മമ്മി കാശുരൂപം വെച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ട് മമ്മി എന്നെ കാണാനായിട്ട് ICUയിൽ വരുമ്പോൾ എനിക്ക് ബോധം വന്നിട്ടുണ്ട്. ഞാൻ കണ്ണുറന്ന് മമ്മീൻ്റെ അടുത്ത് സംസാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര മറവിയായിരുന്നു. എനിക്ക് ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഭയങ്കര മറവിയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് മമ്മീൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ്, മോള് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം തലയിൽ നെറ്റിയിൽ തേച്ച് കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുക, ജോലിക്ക് മാതാവ് കൂടെ വരും എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും എനിക്കങ്ങനെ വലിയ വിശ്വാസം ഒന്നും അപ്പോഴും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മി പറഞ്ഞല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ മമ്മി പറഞ്ഞത് ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ മാതാവ് വരുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായി. എനിക്ക് ഓർമ്മക്കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടായിരുന്നേ ഇല്ല. അങ്ങനെയാണ് എനിക്കിതിലേക്ക് വിശ്വാസം വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായി പുറത്തേക്ക് പോകാനുള്ള ഓരോ എക്സാമുകൾ ഇങ്ങനെ നോക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം സൗദിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് പ്രോമെട്രിക്ക് പഠിക്കാൻ ചേർന്നു. അത് ഞാൻ പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത്. OET ചേർന്നു. അത് ഞാൻ പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത്. എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എന്ത് പഠിക്കണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ട്യൂസ്ഡേ ഞാനിവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊരു വഴി കാണിച്ച് ഞാൻ എന്താ പഠിക്കേണ്ടത്, ഞാൻ എവിടെയാണ് പോകേണ്ടത്, ഏത് രാജ്യത്തേക്കാണ് ഞാൻ പോകേണ്ടത്, എനിക്ക് ഒന്നും അറിഞ്ഞൂടെ, എനിക്ക് ഒരെണ്ണം കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അന്ന് വൈകിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് DHA പഠിക്കാടി, നമുക്ക് ഇപ്പോൾ ദുബായിക്ക് ഭയങ്കര ഓപ്പണിംഗ് ഉണ്ട്, മറ്റുള്ള കൺട്രീസിനേക്കാളും കൂടുതലെല്ലാം ഇപ്പോൾ ദുബായിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് മാതാവിനോട് ചോദിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് കിട്ടുമോ, എനിക്ക് എങ്ങനെയാണ്, എനിക്കൊരു വഴി കാണിച്ചതാ. ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല DHA പഠിക്കാനായിട്ടൊന്നും. എവിടെ നിന്നാണ് ഞാൻ പൈസ ഇടാക്കുക ഒന്നും എനിക്കറിയില്ല, എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്കും മമ്മിയുടെ സിസ്റ്റർ എനിക്ക് DHA പഠിക്കാനുള്ള പൈസ തന്നു. അങ്ങനെ ഞാൻ DHA പഠിക്കാൻ ചേർന്നു. ഓഗസ്റ്റ് 27-നായിരുന്നു ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തത്. ഓഗസ്റ്റ് 23-ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശുരൂപമൊക്കെ തന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 27-ാം തീയതി എക്സാമിന് ഞാൻ പോയി. അപ്പോൾ എക്സാമിന് പോകാൻ നേരത്ത് ഇവിടെ നിന്ന് അച്ഛൻ തന്ന കാശുരൂപവും ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും എക്സാമിനർ പറഞ്ഞു ഉപ്പ് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്നാൽ ഉപ്പും കയ്യിലുണ്ടായ ഉപ്പ് ഞാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി സ്ക്രീനിലേക്ക് നോക്കി ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കാരണം എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും അതിൻ്റെ അകത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരച്ചിലായി. എന്നിട്ട് ഞാൻ ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ ഇരുന്ന് വേർക്കാൻ തുടങ്ങി. മൗസിൽ ഞാനിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൈ ഇരുന്ന് വേർക്കാൻ തുടങ്ങി. എനിക്ക് ഉള്ളിൽ നിന്ന് ആരോ ഉത്തരം പറഞ്ഞു തരുന്ന പോലെ. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അത് കഴിഞ്ഞ് ശരിക്കും DHA പാസ്സാവാനായിട്ട് 4 മൊഡ്യൂളുണ്ട്. 4 60% വേണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് റിസൾട്ട് നോക്കി. എനിക്ക് കറക്റ്റ് 4നും 60% തന്നു. മാതാവ് എന്നെ എക്സാം പാസ്സാക്കി.
ദുബായിലേക്ക് പോകാനായിട്ട് നമ്മൾ ശരിക്കും വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ പോയിട്ട് വേണം ജോലി കണ്ടുപിടിക്കാൻ. നമുക്ക് നാട്ടിൽ നിന്നേ ജോലിയായി ദുബായിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഇവിടെ നിന്നേ ജോലി വേണം, എനിക്ക് ജോലി കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇതാക്കി ഇങ്ങനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ യൂണിറ്റ് മാനേജർ എനിക്കൊരു നമ്പർ തന്നു, ഡോക്ടർ ജോസഫിൻ്റെ. ഞാനപ്പോൾ ഈ സാറിനൊന്ന് പുള്ളിക്കാരൻ അവിടെ, ഞാൻ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പുതിയൊരു ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കവിടെ സ്റ്റാഫിനെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കി സാറിന് എൻ്റെ CV ഒക്കെ അയച്ചു കൊടുത്തു. അന്ന് സാറ് പറഞ്ഞു, ഞാൻ ഇത് ഹോസ്പിറ്റൽ HR കൊടുത്തേക്കാം, അവർ നിന്നെ കോൺടാക്ട് ചെയ്തോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബറിലൊക്കെ ആയപ്പോഴേക്കും എൻ്റെ CV കൊടുത്തു. ഒരു അനക്കവും ഇല്ല. ഞാൻ മാതാവിനോട് എനിക്ക് ഒക്ടോബർ ലാസ്റ്റിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണം എന്ന് പറഞ്ഞു. ഒക്ടോബർ 24 എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, ഭയങ്കര പാടായിരുന്നു. രണ്ടാമത്തെ സെക്ഷൻ ആയപ്പോഴേക്കും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവ് എന്നിലൂടെ എനിക്ക് സംസാരിക്കണം, എനിക്ക് വേണ്ടി അമ്മ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇരുന്നു. അവർ വിളിച്ചു. അവരെന്നോട് ആകെ ഒരു ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ ഓക്കെ ബൈ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് പോയി, ഇത് കിട്ടില്ല എന്ന് ഞാനിങ്ങനെ ഓർത്ത്. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ നിന്ന് HR നിന്ന് വിളിച്ചു, എൽസ യു ആർ സെലക്റ്റഡ്. എൽസയ്ക്ക് ഇപ്പോൾ നാട്ടിൽ എത്രയാണ് സാലറി എത്രയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാലറി പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നത് എനിക്ക് 1 ലക്ഷം രൂപ സാലറിയുള്ള ജോലി വേണം എന്നായിരുന്നു. അങ്ങനെ അവരെനിക്ക് ഓഫർ ലെറ്റർ പിറ്റേ ദിവസം അയച്ചു. എനിക്ക് 1,75,000 രൂപ സാലറി പാക്കേജുള്ള വിത്ത് അക്കോമഡേഷനുള്ള സാലറി പാക്കേജുള്ള ജോലി മാതാവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എൻ്റെ പ്രോസസ്സിങ്, എൻ്റെ ഡാറ്റ ഫ്ലോ എല്ലാം ഞാൻ സൗദിക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ദുബായിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്കിപ്പോൾ ജോലി കിട്ടിയത് ഷാർജയ്ക്കാണ്. അപ്പോൾ എൻ്റെ ഇതെല്ലാം ഷാർജ പ്രോസസ്സിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദുബായിയുടെ പ്രോസസ്സിങ് ഞാൻ പാതി ചെയ്ത് വെച്ചേക്കണേന്. മൊത്തത്തിലൊരു ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്കിത് കിട്ടുന്നത്. ഞാൻ അധികം ടെൻഷനൊന്നും ആയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് തന്നെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം മുമ്പോട്ട് പോയി. അങ്ങനെ ഓഗസ്റ്റിലെടുത്ത ഉടമ്പടി ഡിസംബറിൽ പുതുക്കണമായിരുന്നു, ഞാൻ പുതുക്കിയില്ല. ഡിസംബർ പകുതി ആയപ്പോഴേക്കും എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കരമായിട്ടും പിന്നെ സ്ലോ ആവാൻ തുടങ്ങി. ഞാനപ്പോൾ ഓർത്തത് എന്താ സ്ലോ ആവുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അങ്ങനെ ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്തു. 15 ദിവസം കൊണ്ട് വരേണ്ട ഗുഡ് സ്റ്റാൻഡിങ് 1 മാസമായി 2 മാസമായി എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത്, നീ ഉടമ്പടി പുതുക്കിയോ? ഞാൻ ഇല്ല. അങ്ങനെ ഞാൻ ജാനുവരി 2-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി. ജാനുവരി 5-ാം തീയതി എൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് വന്നു. അങ്ങനെ ഇതെല്ലാം ഡാറ്റ ഫ്ലോയിലേക്ക് ആഡ് ചെയ്യാൻ 15 ദിവസം എടുക്കും. അങ്ങനെ ഡാറ്റ ഫ്ലോയിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വരുന്നില്ല എനിക്ക്. അങ്ങനെ ജാനുവരി 30-ാം തീയതി ആയപ്പോഴേക്കും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഒക്ടോബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്, ഇത്രയും മാസമായിട്ടും എൽസയ്ക്ക് ഇവിടെ വരാൻ പറ്റിയില്ലേ, ലാസ്റ്റ് ഡേറ്റ് പറയണം, എന്നാണ് വരാൻ പറ്റുന്നത്, എന്തിനുള്ളിൽ വരാൻ പറ്റും എന്ന് അങ്ങനെ പറയാം. ഞാനിങ്ങനെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊരു ഡേറ്റ് പറഞ്ഞു താ, ഞാൻ ഏത് ഡേറ്റ് അവരോട് പറയേണ്ടതെന്ന്. മാതാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ഫെബ്രുവരി 10-ാം തീയതിക്ക് മുമ്പ് വരും എന്ന് പറയാനായിട്ട്. അങ്ങനെ ഫെബ്രുവരി 10 ഞാൻ അവരോട് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഡാറ്റ ഫ്ലോ ഒന്നും വന്നിട്ടില്ല ശരിക്കും. അന്ന് വൈകിട്ടായപ്പോഴേക്കും എൻ്റെ ഡാറ്റ ഫ്ലോ വന്നു. അങ്ങനെ ഞാൻ ദുബായ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ശരിക്കും ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചയാണ് ദുബായ് ലൈസൻസ് ആവാൻ എടുക്കുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാനത് സബ്മിറ്റ് ചെയ്തു. എനിക്ക് 1 ദിവസം കൊണ്ട് ദുബായ് ലൈസൻസ് ആയി. അത് കഴിഞ്ഞിട്ട് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തത് ഇതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തത്. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. ഞാൻ ഈ 6-ാം തീയതി ഞാൻ പോണേണ് ഷാർജയ്ക്ക്. എനിക്ക് ഇത്രയും ചെയ്തു തന്നത് എൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥം കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത്. എൻ്റെ വിശ്വാസം മാതാവ് ഒരുപാട് വളർത്തി. എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിൽ. പക്ഷേ എൻ്റെ മമ്മിയുടെ ഇത് നിർബന്ധം കൊണ്ട് ഉടമ്പടി എടുത്ത ഞാനിപ്പോൾ മാതാവിൽ ഭയങ്കരമായിട്ട് എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് എനിക്ക് വേണ്ടി സഞ്ചാരി മാതാവ് എനിക്ക് മുമ്പേ പോയി എല്ലാം ചെയ്തു തന്ന മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനൊക്കെ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പേഷ്യൻസ് നമ്മളോട് സങ്കടം പറയുമ്പോൾ ഞാൻ മാതാവിനോട് മാതാവ് എല്ലാം ചെയ്ത് തരും, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പറ്റാവുന്ന പോലെ ഞാൻ കുർബാനയ്ക്ക് പോകും, ബൈബിൾ വായിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. സങ്കീർത്തനങ്ങൾ 145, 8-9 തിരുവചനങ്ങൾ. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. എൽസ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടത്.
മകൾ പറയുന്നുണ്ട്, ഞാൻ വീണ്ടും ആ കാലത്തിൽ ഉടമ്പടിയിലല്ലെങ്കിൽ കൂടിയും എനിക്കുണ്ടായിരുന്ന പ്രധാന വിഷയം എൻ്റെ മെമ്മറി ലോസ് ആണ്. ഞാനൊരു നേഴ്സാണ്. ജോലി ചെയ്യുമ്പോഴൊക്കെയും എനിക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നുണ്ട്. അത് എത്ര വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമല്ലോ. മകൾ ഇതിങ്ങനെ വീട്ടിൽ അമ്മയോട് പറയുമ്പോൾ അമ്മ വീണ്ടും പറയുന്നുണ്ട്, നീ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിക്കൊണ്ട് മാതാവിനോട് നീ പ്രാർത്ഥിക്കുക. മകൾ അത് അമ്മ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ കൂടിയും ആ ഒരു വിശ്രമത്തിൻ്റെയും ജോലി തുടങ്ങുന്ന കാലത്തിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ഈ ഓർമ്മ വീണ്ടും കിട്ടുന്നതിന് വേണ്ടി, തൻ്റെ തൊഴിൽ നന്നായി ചെയ്യുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നെറ്റിത്തടത്തിന് കുരിശടയാളം വരച്ച് തൈലം പൂശിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നാം ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നത്, ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത്, കാശുരൂപം കയ്യിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമ്മൾ ഒരു കാര്യം ലോകത്തോട് ഏറ്റുപറയുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നാം ചെയ്യുന്നത്. കാരണം അതിലൊരു കാര്യം ലോകത്തോട് നാം ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ യേശു കർത്താവ്, അവനെ ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അവൻ്റെ പീഡാസഹനത്തെ, അവൻ്റെ മനുഷ്യപതാരത്തെ, അവൻ്റെ മരണത്തെ, അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചതിനെ, ഉദ്ധാനം ചെയ്തതിനെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നതിൻ്റെ അടയാളമാണ് നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണം. യേശു കർത്താവ് നദനം കൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ ശക്തിയാൽ നാം ഉപയോഗിക്കുന്ന നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് ഓർക്കണമേ, ഉപ്പ് ഉപയോഗിച്ചു, തൈലം ഉപയോഗിച്ചു, അതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ നമ്മൾ യേശുവിനെ കൊണ്ടുവരണം, യേശുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് യേശു കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചുവെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമായി തീരുക. മകൾ അതാണ് അൾത്താരയിൽ പറഞ്ഞത്, ഞാൻ മറ്റൊരു മരുന്നും ഉപയോഗിക്കാതെ എൻ്റെ മെമ്മറി മുഴുവനായി തിരികെ തരുന്നതിന് എൻ്റെ അമ്മ മാതാവും നേർച്ച വസ്തുക്കളും എന്നെ സഹായിച്ചുവെന്ന. വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് അത് വല്ലാതെ തടസ്സപ്പെട്ട് ലാഗ് ചെയ്യുമ്പോഴാണ് മകൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടി പുതുക്കുകയും അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ആ വിശ്വാസത്തെ സ്ഥിരീകരിച്ച് ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, തൻ്റെ ഇൻ്റർവ്യൂ, തൻ്റെ DHA പഠനം, അതിൻ്റെ പരീക്ഷകൾ അതൊക്കെയും അമ്മ മാതാവ് വേഗത്തിലാക്കി കൊടുത്തു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. മകൾ പറയുന്നുണ്ട്, ഞാൻ നിലവിളിച്ചു പോയി. അവിടെ കരയുമ്പോൾ ഞാനവിടെ ചെയ്തതിൻ്റെ വിശ്വാസ പ്രമാണം ഒരിക്കൽ കൂടി ചൊല്ലി. കാരണം എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ മാത്രമേ, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് അസാധ്യമായിരിക്കുന്ന ഈ പരീക്ഷ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കഴിവല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ മാത്രം എനിക്കത് വിജയിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പരീക്ഷകൾ എഴുതി. വിജയിക്കുവാൻ എൻ്റെ അമ്മ മാതാവും ഈശോയും സഹായിച്ചുവെന്ന. വീണ്ടും മകൾ പറയുന്നുണ്ട്, അടുത്ത ഉടമ്പടി പുതുക്കേണ്ട സമയമായിട്ട് ഞാനിങ്ങനെ പുതുക്കാതെ പമ്മി നടക്കുന്നു. അതിനോടൊപ്പം എനിക്ക് ലഭിക്കേണ്ട ഒരു പേപ്പർ, അത് വിദേശത്ത് ദുബായിൽ ജോലിക്ക് ചെല്ലുവാനുള്ളത്, അത് ലഭിക്കാതെ വൈകുകയും ചെയ്യുന്നു. വീണ്ടും നമ്മൾ എപ്പോഴൊക്കെ അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ജീവിതത്തെ ചേർത്ത് കൊടുക്കുന്നുവോ അപ്പോഴൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് ഉടമ്പടിയുടെ അടിസ്ഥാന ഘടകമാണ് അനുദപിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. മകൾ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുന്നുണ്ട്. ഉടമ്പടി പുതുക്കുമ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ മകളോട് ലാസ്റ്റ് ഡേറ്റ് ചോദിക്കുകയാണ്, എന്നത്തേക്ക് നീ വരാൻ പറ്റും? 3 മാസമായി ഒരു ജോലിക്കാരിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമോ? എത്ര പേർ അപേക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ നിനക്ക് നൽകിയൊരു ഓഫർ ലെറ്റർ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നീ എന്തേ വരാത്തെ? മകൾ അമ്മയോട് തന്നെയാണ് ചോദിച്ച്, ഒരു ഡേറ്റ് പറ മാതാവ്, ഒരു ഡേറ്റ് പറ, എനിക്കിനിയും സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ലല്ലോ. അമ്മ പറഞ്ഞു ഫെബ്രുവരി 10. മകൾ പറഞ്ഞു ഫെബ്രുവരി 10 ഞാൻ അവിടെ ഉണ്ടാകും. മകൾക്ക് ഈ ദിവസങ്ങളിൽ പേപ്പർ കിട്ടി. ഫെബ്രുവരി 6 മകൾ വിദേശത്തേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കണമേ, ഉടമ്പടി സുനിശ്ചിതമായ അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഉടമ്പടി അനുതാപത്തോടെ ദൈവത്തിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹം നമ്മളെ നിരന്തരം അനുഗമിക്കുന്ന ഒരു ജീവിത വഴിയാണ്. ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് നാം കണ്ടിട്ടുണ്ടോ? അമ്മ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാവസ്ഥയിലും കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു ജീവിത പദ്ധതിയാണ്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്ത് സ്നേഹത്തോടു കൂടി ഉടമ്പടി ജീവിക്കാം.
വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാം. നിങ്ങളുടെ നിയോഗം എത്ര ക്ലേശപൂർണ്ണമുള്ളതായിക്കൊള്ളട്ടെ, എത്ര നാൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാവട്ടെ, നമുക്കിനി ഒന്നും നടക്കില്ലെന്ന് നമ്മളും മറ്റുള്ളവരും നമ്മളോട് പറയുന്നതാവട്ടെ, അമ്മ മാതാവും ഈശോയും ഈശോയുടെ ശക്തിയാൽ നമുക്കത് അനുവദിച്ചു തരുന്നത് കണ്ണുകൾ കൊണ്ട് കാണും, ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈശോ സഹായിക്കും. അതിന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൊടുത്ത് പ്രാർത്ഥിക്കാം. ഉടമ്പടി നമുക്ക് വിശ്വസ്തതയിൽ ജീവിക്കാം. ഈ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന്, ജീവിത ഉയർച്ചയ്ക്ക്, ആഗ്രഹിച്ചതിനും അപ്പുറമുള്ള സാലറി കൊടുത്തുകൊണ്ട് മകളുടെ ജീവിതത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്